സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്ത് വരുമാനം നേടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ അത് പറയേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ ഒരു സംശയം ചോദിച്ചപ്പോഴാണ് ഞാനും ആ രീതിയിൽ ചിന്തിച്ചത്. കാരണം ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലൂടെയാണ് വരുമാനം നേടുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ ആ പറഞ്ഞ രീതിയിലൊന്നും എനിക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയില്ല. മെമ്പർഷിപ്പ്, അതുപോലെ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് ഞാൻ ലൈവ് ഒന്നും ചെയ്യാറില്ല. സൂപ്പർ താങ്ക്സും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്നുള്ളത്. പിന്നെ ഷോപ്പിംഗ്, അപ്പൊ അതിലൂടെയും എനിക്ക് കാര്യമായിട്ടുള്ള വരുമാനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ 4000 വാച്ച് ടൈം, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, അതിന്റെ കൂടെ 1000